ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല ഉത്തരവിൽ കോടതി വിധി പറയാനായി തയ്യാറെടുക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഒരു പരിഷ്കരണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ളൊരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരും പരിശീലകരും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അവരുടെ ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. നിലവിൽ സ്റ്റേ ആവശ്യം മാത്രമേ തള്ളിയിട്ടുള്ളൂ. ഹർജി ഇപ്പോഴുമുണ്ട്. ഹർജി തള്ളിയൊരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ മുന്നോട്ട് വരുന്നത്. നിലവിൽ ഹർജി തള്ളിയിട്ടില്ല. ഈ ഒരു സ്റ്റേ ആവശ്യം മാത്രമാണ് ഇപ്പോൾ കോടതി വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, മാർച്ച് മാസം തന്നെ ഈ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കിയതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരും അതോടൊപ്പം തന്നെ പരിശീലകരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയിന്മേൽ വാദം കേട്ട് ഇന്ന് ഇടക്കാല ഉത്തരവ് പറയാനായിട്ട് മാറ്റിയിരിക്കുകയായിരുന്നു. ഇടക്കാല ആവശ്യം എന്നുള്ളത് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷെ ആ ആവശ്യം ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ച് അനുവദിച്ചില്ല. സ്റ്റേ അനുവദിക്കാനായിട്ട്, അതായത് ഈ സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാനായിട്ട് മതിയായ കാരണങ്ങൾ കാണുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജിക്കാരുടെ ആവശ്യം തള്ളിയിരിക്കുന്നത്. ഹർജിയിൽ വിശദമായിട്ട് തന്നെ ഈ വെക്കേഷന് ശേഷം, അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി വാദം കേൾക്കും. എന്തായാലും ഈ സർക്കുലറിൽ അടിയന്തരമായിട്ട് സ്റ്റേ അനുവദിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ പുതിയ പരിഷ്കരണ സർക്കുലർ എന്ന് പറയുന്നത് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല ഈ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന് അതിൽ മാറ്റം വരുത്താനായിട്ട് സംസ്ഥാനത്തിന് അധികാരമില്ല. ഈ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ അത് കേന്ദ്ര ചട്ടത്തിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ഈ പുതിയ പരിഷ്കരണ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് ഹൈക്കോടതി മുൻപാകെ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് നിയമപരമായിട്ട് തന്നെയാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ സെക്ഷൻ 15(3) അതിൽ പറഞ്ഞിട്ടുള്ള ഗിയർ മാറ്റമടക്കമുള്ള അല്ലെങ്കിൽ ഗിയർ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റ് പരിഷ്കരണമൊന്നും വരുത്തിയിട്ടില്ല. എന്തായാലും ഈ നടപ്പാക്കൽ, അതായത് കേന്ദ്ര ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നതിന് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് നിയമവിരുദ്ധമാണെന്നുള്ള ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്. എന്തായാലും നിലവിൽ ഈ പരിഷ്കരണ സർക്കുലർ സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതി കാരണങ്ങൾ ഇല്ലാത്തതിനാൽ ആ ആവശ്യം തള്ളിയിരിക്കുകയാണ്. സ്റ്റേ ഇല്ല. ഈ നിലവിൽ ഈ സർക്കുലറിന്റെ നടപ്പാക്കലുമായിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ വിശദമായിട്ട് തന്നെ ഹൈക്കോടതി വാദം കേൾക്കുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല ഈ കാര്യക്ഷമത, അതായത് പലപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പെട്ടെന്ന് തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 30 പേരായിട്ട്, അതായത് അപേക്ഷകരിൽ 30 പേരെ മാത്രം ഒരു ദിവസം ടെസ്റ്റിൽ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിർദ്ദേശം അത് കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള വാദവും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നു. എന്തായാലും ഹർജി ഹൈക്കോടതി വിശദമായിട്ട് വാദം കേൾക്കുന്നത് ഇനി അവധിക്കാലത്തിന് ശേഷമായിരിക്കും. നേരത്തെ, അതായത് ഈ പരിഷ്കരണ സർക്കുലറിനെതിരെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധം സംസ്ഥാനത്ത് എമ്പാടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് മെയ് 1-ാം തീയതി മുതലാണ് ഈ സർക്കുലർ പ്രാബല്യത്തിൽ വന്നത്. ഇന്നലെ ടെസ്റ്റ് പലയിടങ്ങളിലും നിശ്ചയിക്കുന്നതാണെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും ആ ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും അല്ലെങ്കിൽ പരിശീലകർക്കും ലഭിച്ചൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ സർക്കുലർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ട് പോകാം. അതിൽ യാതൊരു തരത്തിലും ഇടപെടാൻ കോടതി തയ്യാറായിട്ടില്ല. എന്തായാലും ഹർജിയിൽ വിശദമായിട്ട് വാദം കേൾക്കുന്ന വേളയിൽ ഈ കേന്ദ്ര ചട്ടത്തിന് വിരുദ്ധമായിട്ടാണോ സംസ്ഥാനം ഇത്തരത്തിൽ ഈ സർക്കുലർ ഇറക്കിയത് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ഹൈക്കോടതി നിയമപരമായിട്ടുള്ള പരിശോധന നടത്തുക.
വിഷ്ണു. രേഷ്മ, മറ്റൊരു കാര്യം, ഇനി അടുത്ത നടപടി എന്താകുമെന്നുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും വളരെ വലിയൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നത്. അവരുടെ മുന്നിൽ ഇനി എന്താണ് ഒരു കാര്യം ഉള്ളത് എന്നതാണ് ഇനി ഉയർന്നൊരു ചോദ്യം. പക്ഷേ ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാവകാശം വേണം എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ളൊരു ആവശ്യങ്ങൾ അവർ ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അവരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറഞ്ഞത് നിലവിൽ ഈ സർക്കാർ ഇറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗ്രൗണ്ട് അടക്കം, അതായത് കൃത്യമായിട്ട് ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെങ്കിൽ ആധുനിക സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടുകൾ അടക്കം വേണം. ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന്റെ പക്കലോ ഒന്നുമില്ല. മാത്രവുമല്ല, ഈ 15 വർഷത്തിൽ താഴെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ പെട്ടെന്ന് പറയുന്ന സമയത്ത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഹർജിക്കാർ സ്വീകരിച്ചത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ വാഹനങ്ങളാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് 15 വർഷം മുന്നേ ഉള്ള വാഹനങ്ങൾ ടെസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളത് അതിന്റെ ആ ഒരു കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ് ഈ സ്റ്റേ ആവശ്യം തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിൽ ഈ സ്റ്റേ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഉപഹർജി അല്ലെങ്കിൽ ഒരു അപ്പീൽ നൽകുകയും ചെയ്യാം. അത്തരമുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിന് പിന്നാലെ നടക്കാനും പോകുന്നുണ്ട്. എന്നാലും അത് ഹർജിക്കാരായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതോടൊപ്പം തന്നെ ജീവനക്കാരുമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും സിംഗിൾ ബെഞ്ചാണ് നിലവിൽ ഈ സർക്കുലർ നടപ്പാക്കുന്നതിൽ അത് തടയാൻ വേണ്ടിയിട്ട് മതിയായ കാരണങ്ങളില്ല എന്ന് വിലയിരുത്തുകയും സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ MVDക്ക്, അതായത് മോട്ടോർ വാഹന വകുപ്പിന് ഈ പരിഷ്കരണ സർക്കുലറുമായിട്ട് മുന്നോട്ട് പോകാം. അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. ഇനി ഉള്ള ഒരു നിയമപരമായിട്ടുള്ള നടപടി എന്നുള്ളത് ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. വിഷ്ണു, വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.